യെസ് കെ വി എസ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ സാന്നിധ്യം പോലും അവഗണിക്കപ്പെടുന്നു. യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രസക്തി പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. അല്ല, നമ്മൾ കണ്ടതാണ് ഇതുപോലുള്ള അന്തർദേശീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ്. അവിടെയാണ് ഈ ഭാരതത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീ ഡിനി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതായത് ലോകരാഷ്ട്രങ്ങൾക്ക് ഭാരതത്തിൻ്റെ പ്രസക്തി മനസ്സിലായിരിക്കുന്നു. അതേസമയം ഒരു വലിയേട്ടൻ ബഹുമാനം ഉണ്ട് എന്നു കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അനിലം, നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ പര്യടനങ്ങളും അത് അദ്ദേഹം പ്രധാനമന്ത്രിയായത് മുതൽ അദ്ദേഹം ഡൽഹിയിൽ വരുത്തിയ ചില ചേഞ്ചസ് ഉണ്ട്. വിദേശ നയതന്ത്രം മുഴുവൻ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിക്കുന്ന സ്ഥിതിയാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. മോഡി ആ സിസ്റ്റമേ മാറ്റി എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളും ഒന്നിച്ചെടുക്കുന്നു. അപ്പോൾ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാം. അപ്പോൾ പ്രതിരോധം, സാമ്പത്തികം, ആഭ്യന്തരം, വിദേശകാര്യം, കോമേഴ്സ് ഇതെല്ലാം ചേർന്ന് ഒന്നിച്ചിരുന്നിട്ട് വിദേശ നയം തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമീപനം മോഡി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ പരസ്പരം ചർച്ച ചെയ്യുന്നു. ഇന്ത്യക്ക് എന്ത് നേട്ടം, ഇന്ത്യക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നൽകാൻ ആ ആലോചനകൾക്ക് കഴിഞ്ഞു. അത് നരേന്ദ്രമോദി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം മോഡി നടത്തിയ സന്ദർശനങ്ങൾ, നരേന്ദ്രമോദിയുടെ ഒരു സംഘടനാ ശൈലിയുണ്ട്. നമ്മളറിയാം, നമ്മൾ BJPയിലും ഒക്കെ കണ്ടിട്ടുണ്ടത്. പ്രവർത്തകരെ കൂടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന, അവരെ ആത്മവിശ്വാസം കൊടുക്കുന്ന, അവർക്ക് സന്തോഷം പകരുന്ന, അവരുടെ വിഷമങ്ങൾ പങ്കിടുന്ന ഒരു ശൈലി. അത് ഈ RSSൻ്റെ പ്രചാരകന്മാരുടെ ഒരു രീതിയാണ്. അത് നരേന്ദ്രമോദി രാഷ്ട്രതന്ത്രത്തിൽ കൊണ്ടുവന്നു എന്നതാണ് വേറൊരു ചിത്രം. ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ കാലത്ത് ട്രംപും മോഡിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ലോകം മുഴുവൻ കണ്ടതാണ്. എത്ര സൗഹൃദപരമായിരുന്നു പലപ്പോഴും അത്. ഈ അടുത്ത കാലത്ത് ലേറ്റസ്റ്റ് ചിത്രം നമ്മൾ ഓർക്കുന്നുണ്ടാവും. G7 രാഷ്ട്രങ്ങളുടെ ഇറ്റലിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി അവർ കാണിച്ചിട്ടുള്ള ഒരു സൗഹൃദം, അവരുടെ സെൽഫി ഫോട്ടോസ്, ഇതൊക്കെ ലോകം മുഴുവൻ കണ്ടതാ, ചർച്ച ചെയ്തതാ. അപ്പോൾ എത്രത്തോളം അടുപ്പം മോഡിയുമായിട്ട് അവരുണ്ടാക്കുന്നു, മോഡി അവരുമായിട്ടുണ്ടാക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിബന്ധം കൂടി ഉണ്ടാക്കാൻ മോഡി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും നയതന്ത്രത്തിനപ്പുറം അതിനപ്പുറം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇത്തരം സൗഹൃദങ്ങൾ കൊണ്ട്, ഒരു ടെലിഫോൺ കോൾ കൊണ്ട് കഴിയുമായിരുന്നു നരേന്ദ്രമോദിക്ക് പലപ്പോഴും. അത് നമ്മൾ കാണാതെ പോയിക്കൂടാ. അതിൽ തന്നെയാണ് ഇപ്പോൾ റഷ്യയിൽ പോയിട്ട് പുടിനെ കണ്ട സമയത്തും സെലൻസ്കിയോട് പറഞ്ഞതുപോലെ തന്നെ യുദ്ധമല്ല പരിഹാരം, സമാധാനമാണ്, ചർച്ചയാണ് വേണ്ടതെന്ന് മോഡി പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ആ റഷ്യൻ സന്ദർശനം ഇന്നിപ്പോൾ യുക്രൈനിൽ പോയതുപോലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നത് ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മളത് ചർച്ച ചെയ്യായിരുന്നത്. പക്ഷേ മോഡി ആ നിലപാട് അവിടെയും എടുത്തിട്ടുണ്ടാവും. അത് പറയാൻ ഇന്ന് മോഡിക്ക് കഴിയും. പുടിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബൈഡനോട് പറയാൻ മോഡിക്ക് കഴിയും, ഇതല്ല രീതി വേണ്ടത് എന്ന് പറയാൻ കഴിയും. ഇന്ന് അങ്ങനെ കഴിയുന്ന ലോകത്തെ ഏക നേതാവ് നരേന്ദ്രമോദിയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ യുക്രൈൻ മൂവ് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്. അത് ലോക നയതന്ത്ര തലത്തിൽ, ലോക സമാധാന രംഗത്ത് ഒരു പുതിയ കാൽവയ്പ്പാണ്, പുതിയ ചരിത്രമാണ് കുറിക്കാൻ പോകുന്നത്. നേരത്തെ താങ്കൾ ചോദിച്ച വേറൊരു ചോദ്യം, UN പ്രസക്തി. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ആകെയുള്ള പ്രാധാന്യം ഈ ലോകരാജ്യങ്ങൾക്കൊക്കെ ഒന്നിച്ച് ചേരാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി എന്നത് തന്നെയാണ്. അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ആലോചിക്കുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആശാസ്യമാണെന്ന്. കാരണം ലോകത്തെ പല സംഘർഷങ്ങളും നടക്കുമ്പോഴും
UN ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗാസയിലെ പോരാട്ടം, അതിനു മുമ്പ് ഇസ്രായേലിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊല, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിനുള്ള നീക്കങ്ങൾ, ഇതൊക്കെ ഇത്തരം വേദികളിലൊക്കെ ചില അമേരിക്കൻ ദല്ലാളന്മാർ ചില പ്രവർത്തനങ്ങൾ നടത്തണമെന്നല്ലാതെ UN-നൊരു ഒരു ഒരു വ്യക്തിപരമായ റോളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ അത് കൂടിയേ തീരൂ. ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകുന്നത് വരെ നമുക്ക് കൂടിയേ തീരൂ. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വേദനിക്കുന്ന ഒരു കാര്യം, ലോകത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഇന്ത്യക്ക് ഇന്നും UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വമില്ല. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് നീട്ടി തന്നതാണ്, നിങ്ങൾ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞതാണ് നെഹ്റുവിനോട്. നെഹ്റു അതുകൊണ്ട് ചൈനയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ ഇന്ന് ചൈനയുടെ പിന്നാലെ ഭിക്ഷയാവിച്ചുകൊണ്ട് നടക്കുക, ഞങ്ങളെ അംഗീകരിക്കണേന്ന്. ആ ഒരു 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 ഗതികേട് കൂടി ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്താൻ കൂടി നരേന്ദ്രമോദിക്ക് കഴിയും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്.